മാക്സ് 7 കോയിച്ചനയുടെ ഉല്ലാസയാത്രയാണ് പുറപ്പെടാൻ പോണത്. മാക്സ് 7 കോയിച്ചൻ്റെ മുഴുവൻ അംഗങ്ങളും ഊട്ടിയിലേക്കാണ് പോണത്. കോയിച്ചന മാക്സ് 7ന്റെ കീഴിലൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഊട്ടിയാണ്. യാത്ര പുറപ്പെട്ട് ഞങ്ങൾ മലപ്പുറത്ത് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാനും വേണ്ടിയും നമസ്കരിക്കാൻ വേണ്ടിയുമാണ് ഇവിടെ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നല്ല ചൂട് ചായയും പൊറോട്ടയും കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തുടങ്ങി ഞങ്ങളുടെ സ്വപ്ന നഗരിയായ ഊട്ടിയിലേക്ക്. ഏതൊരു യാത്രയും സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഈ യാത്ര വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചത് നമ്മുടെ സുബൈറാക്കയാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ. കണ്ണീരുണങ്ങാത്ത പാപങ്ങൾ ഞങ്ങൾക്ക് നീ മാക്സ് 7 കോയിച്ചന യൂണിറ്റിൻ്റെ ഊട്ടിയിലേക്കുള്ള ടൂർ യാത്രയിലാണ്. എല്ലാവരും ആഹ്ലാദമായിട്ട് ടൂറ് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടുതലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഓരോ സൈറ്റ് സീനുകളും കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയായി, ഞങ്ങളിവിടെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം വരെ ഞങ്ങൾ പല കാഴ്ചകളും കണ്ട് കാട്ടിലേക്ക് മടങ്ങുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോവാണ്.
നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ഊട്ടിയിലെ പ്രശസ്തമായ ഡോഡ ബാറ്റ ടീ ഫാക്ടറിയിലാണ്. ഊട്ടിയിൽ വരുന്നവർക്ക് ഒരുപാട് കാഴ്ചകൾ കാണുന്നതിൻ്റെ കൂട്ടത്തിലേ ഈ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്, ടീ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഡോഡ. ഇവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ ഫാക്ടറി ഇപ്പോഴും പഴയ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പിന്നെ ടീയുടെ പല വർണ്ണത്തിലുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് കഴിക്കാൻ കിട്ടും. മാക്സ് 7 കോയിച്ചറ സംഘടിപ്പിച്ച ഈ ടൂറിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ എൻജോയ് ചെയ്തൊരു ടൂറാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് ഊട്ടിയിലെ ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട്. ഇതിൽ ആദ്യമായി വരുന്ന ആളുകളുണ്ട്, ഊട്ടിയിൽ ആദ്യമായി എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനും കൂട്ടി യോജിപ്പിക്കാനും മാക്സ് 7 എന്ന ഈ സംഘടനയിലൂടെ സാധിച്ചു എന്ന് തന്നെ കോയിച്ചറ മാക്സ് 7ന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടരെ മനസ്സിലാക്കാം. ₹20 ഇവിടുത്തെ എൻട്രി ഫീസ് എങ്കിലും നമുക്ക് അതിൽ കിട്ടുന്ന ചായ എന്തുകൊണ്ടും മികച്ച ചായയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായ. ആ ₹20 പ്രശ്നമല്ല, പക്ഷെ ഏറ്റവും ടേസ്റ്റുള്ള ചായയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഊട്ടിയിൽ വരുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഡോഡ ഫാക്ടറി എന്ന് പറഞ്ഞ ഈ സംഭവം. ഇത് നമുക്ക് വഴിയൊരുക്കിയിട്ടുള്ളത് മാക്സ് 7 എന്ന സംഘടനയാണ്. മാക്സ് 7 കോയിച്ചറയുടെ ഈ ഉല്ലാസ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ വീണ്ടും അതിൻ്റെ പ്രവർത്തകരെല്ലാവരും ഇവിടെ ഉണ്ട്. 45ഓളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ മടങ്ങും. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ കാഴ്ചയിൽ യാത്രയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട നാഗരാജ് സാറാണ്. അദ്ദേഹമാണ് ഈ ഡോഡ ഫാക്ടറിയിൽ ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ചായ വാർന്നു കൊടുക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വെരി താങ്ക്സ് സാർ, വെരി താങ്ക് യു. ഞങ്ങൾ ടീ ഫാക്ടറി കണ്ടു. ഞങ്ങളെല്ലാവരും വളരെ ഉഷാറായിട്ട് അവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്തു. അവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. വളരെ ഉഷാറായി, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓരോ ചായയൊക്കെ കിട്ടി. ടീ ഫാക്ടറിൻ്റെ ഉള്ളെല്ലാം കണ്ടു, എല്ലാം മനസ്സിലാക്കി പോന്നു. നമസ്കാരം. കോഴിച്ചര മാക്സ് 7 ഹെൽത്ത് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഞങ്ങളെല്ലാവരും. ഇന്ന് രാവിലെ 5 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഊട്ടിയിലേക്കാണ് ഞങ്ങൾ വന്നത്. ഊട്ടിയുടെ നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാനുണ്ടായ ഒരു പ്രചോദനം ഉണ്ടായത്. ഈ യാത്ര വളരെ നല്ല അനുഭവങ്ങളാണ്. എന്നേക്കാളും പ്രായം കൂടിയവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുമായി ഒരു യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായി ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. കാരണം പറഞ്ഞാൽ മനസ്സിന് എല്ലാം ഒരു സന്തോഷം കിട്ടുന്ന, ജീവിതത്തിൽ തന്നെ എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന പല പല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കുടുംബമായി നമ്മൾ യാത്ര ചെയ്യുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നല്ല മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടും അതുപോലെ തന്നെ ഉള്ളു തുറന്ന് ചിരിച്ചിട്ടും എല്ലാവർക്കും ഈ ഒരു ചെറുപ്പക്കാരെ പോലെ ഒരു 17 വയസ്സുള്ള പ്രായമുള്ള എല്ലാവരെ പോലെ ആയിട്ടുണ്ട് എല്ലാവരും. ഇത് ഇനിയും ഇതുപോലത്തെ ഒരുപാട് യാത്രകൾ ചെയ്യുകയും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഉല്ലാസപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് ഇതുപോലത്തെ യാത്രകൾ പ്ലാൻ ചെയ്യണം എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇനിയും വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് ഞങ്ങൾ യാത്രയിൽ ഓരോരുത്തരും സംസാരിച്ചത്.
അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളും ഒക്കെ ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ യാത്ര സംഘടിപ്പിക്കണമെന്ന് സംഘാടകരോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, നന്ദി. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഈ കൊഴിച്ചന നെക്സവൻ ഗ്രൂപ്പിൻ്റെ 5/2/2006 വ്യാഴാഴ്ച രാവിലെ കൊഴിച്ചനയിൽ നിന്നും പുറപ്പെട്ട ഉല്ലാസയാത്രയിൽ നല്ല അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. നമ്മളുടെ ഭക്ഷണവും രാവിലത്തെ പ്രാതൽ, അതേപോലെ ലഞ്ച് വളരെ കേമായി. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളെല്ലാവരും ഇന്നിപ്പോൾ യാത്ര വന്നു. പിന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റികൾ നമുക്ക് മാക്സവൻ്റെ കീഴിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. എന്നാൽ എല്ലാവർക്കും ഒരു ഉന്മേഷവും കാര്യമാണ്. കാരണം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ഉല്ലാസയാത്രയിൽ കുടുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റികൾ പുതിയതായിട്ട് നമുക്ക് മാക്സവൻ്റെ കീഴിൽ തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളിപ്പോൾ ഇവിടെ ഊട്ടിയിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ രാത്രിയിൽ നിന്ന് നാട്ടിലെത്തും. പിന്നെ നമ്മൾ ആക്ടിവിറ്റി തുടങ്ങണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതേമാതിരി എവിടേക്കെങ്കിലും പോവുക കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടായിട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ കോഴിച്ചന മെക്സവൻ്റെ ഒരു വാർഷികത്തിൻ്റെ ഒരു ട്രിപ്പാണ്. നമ്മൾ ഇന്ന് ഊട്ടിയിലെ കർണാടക ഗാർഡനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നല്ല തണുപ്പാണ്. വൈകുന്നേരമായി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉന്മേഷത്തിലാണ്. ബസ്സിലെ യാത്രയും ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഉഷാറായിരുന്നു. അങ്ങനെ വളരെ ഉന്മേഷത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും യാത്രയിൽ ഒരു ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നമ്മളിപ്പോൾ നല്ല യാത്ര അവസാനിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ. നമ്മളെ കോഴിച്ചന യൂണിറ്റ് മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ടൂറാണ് ഇന്ന് രാവിലെ പുറപ്പെട്ട് കർണാടകയിലാണ്. ഒരു വർഷത്തോളമായി ഈ ഒരു കൂട്ടായ്മ നിലവിൽ വന്നിട്ട് അതിൽ പല പ്രദേശത്തു നിന്ന് ആൾക്കാർ കൂടിച്ചേരുന്നത് വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി. ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പല വർഷത്തോളമായി മുന്നോട്ട് വലിയ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി യാത്ര സംഘടിപ്പിച്ചു. അത് വളരെ വിജയകരമായി തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു വാർഷികം കൂടി വളരെ ഗംഭീരമായി കൊണ്ട് നടത്തണമെന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം. അതിന് എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രമിക്കും.
കോഴിച്ചന മാക്സ് 7 യൂണിറ്റിൻ്റെ ടൂർ പ്രോഗ്രാം 4:30 മണിക്ക് കോഴിച്ചനിൽ നിന്ന് പുറപ്പെട്ട് ഇന്നിവിടെ പല പ്രദേശങ്ങളും കറങ്ങി ലാസ്റ്റ് ഞങ്ങളിവിടെ മൊട്ടക്കുന്നിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇനി ഇവിടെ അവസാനിച്ചു തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹലോ, പിന്നെ നമ്മളെന്നത്തെ ടൂറ് അടിപൊളി. ഇനി നമുക്ക് അടുത്ത് തന്നെ പോകാൻ നോക്കണം. നാളെ മറ്റന്നാൾക്ക്, നാളെ പറ്റില്ല, മറ്റന്നാളേക്കൊക്കെ. അപ്പോൾ നന്ദി. കോഴിച്ചന ഗ്യാങ്ങിന്റെ ലീഡർ ഹലോ, നമ്മുടെ ഇന്നത്തെ ടൂറ് വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരും എല്ലാം പങ്കെടുത്ത് അവസാനം മുട്ടക്കുന്നലും കയറി എന്തായിരുന്നു ഇന്ന് അവിടെയും കയറി എല്ലാം വളരെ ഉഷാറായി നടന്ന്. നമ്മൾ രാവിലെ 4:30 മണി 5 മണിക്കാണ് അവിടുന്ന് തിരിച്ചത്. 11:30 ഇവിടെ എത്തി. എല്ലാ പാർക്കുകളും എല്ലാം കയറി ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത് വേറെ ടൂർ കൂടി നമുക്ക് നോമ്പിന് ശേഷം തുടങ്ങണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കുറച്ച് ആളും കൂടിയൊക്കെ ഒപ്പിക്കണം. നമ്മൾ കൂടുതൽ ആള്, ഒരു 50 ആളെങ്കിലും തിരുന്നത് വേണം. പോരല്ല മാക്സ് 7 ദിവസം വരിക. ചെയ്യുന്നവർക്കൊക്കെ അതിനുള്ള ഗുണം കിട്ടുന്നുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് പറയും ചെയ്യാം. ഹലോ, ഞാൻ മൊയ്തുട്ടി കാണിക്കുന്നത്. ഇന്നത്തെ പരിപാടി വളരെ ഉഷാറായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുമ്പോൾ നല്ലൊരു ഇതായിട്ടാണ് എല്ലാവരും ഭക്ഷണം കാര്യം. ഞാൻ കുറേ ബസ് യാത്ര ടൂറിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനം ഈ യാത്ര പറയുമ്പോഴേ എനർജി അധികം ഉണ്ടാവില്ല. ഇത് കൂടുതൽ എനർജറ്റിക് ആയിട്ടാണ് ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ആൾക്കാർ ക്ഷീണിച്ചു, എന്തെങ്കിലും ആവേശമൊന്നും ഇല്ലാതെ പലതിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കുറേ അധികം ടൂറിൽ വന്നിട്ട് അവസാനം എന്തെങ്കിലും വേണ്ടതെന്നുള്ള എനിക്ക് അവസാനം മുഴുവൻ ആവില്ല. അപ്പോൾ 40 പാർട്ടി കഴിയുമ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും അതിനെക്കുറിച്ച് സഹകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് സഹകരിച്ച എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടൂറ് വളരെ ആവേശത്തോടു കൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ഇതിനുവേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. സുബേർഖാന്റെ പ്രവർത്തനം ഉണ്ടായത് കൊണ്ടാണ് ഇത് നടന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അപ്പോൾ ടൂറിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഇങ്ങനെ ഒരുപാട് കുറഞ്ഞു. എന്നാലും 35 ആൾ വന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ആയാൽ പോരാ, ഒന്നുകൂടി ഉഷാറായിട്ട് നമ്മളെ പരിപാടി മാക്സ് 7 ഒന്ന് ഉഷാറാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുൻതൂക്കം കൊടുക്കുക. അപ്പോഴേ നമ്മളെ നാടും നമ്മളെ എല്ലാവർക്കും സന്തോഷവും കാര്യങ്ങളും മനസ്സിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ ഹാരിസിൻ്റെ പാർട്ടി കൂടി കിട്ടിയാൽ അത് ഈ പരിപാടി പൂർണ്ണമാകും. അത് കൂടുതലൊരു ഇതാക്കാം.